യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ല, മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഈ വീട്ടിൽ ചർച്ച ചെയ്യാൻ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ? അതെ, ചർച്ച ചെയ്യേണ്ടി വന്നാൽ ചർച്ച ചെയ്തല്ലേ പറ്റൂ. അറിഞ്ഞില്ലല്ലോ, നമ്മുടെ മോനെ അവന്റെ ഭാര്യയും കുട്ടി വേറൊരു വീടെടുത്ത് താമസിക്കാൻ പോവാന്ന്. അതൊരു നല്ല കാര്യമല്ലേ? ആദ്യമേ അവനെങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവന് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. അപ്പോ അളിയൻ അബിക്ക് സപ്പോർട്ടാണല്ലേ? അതെ, ഞാൻ എന്റെ മകന് സപ്പോർട്ട് തന്നെയാ. അവന്റെ ഭാവി കാര്യങ്ങളിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഉത്തരവാദിത്തം? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നീ കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ബാമയെ കൊല്ലാൻ വേണ്ടി ക്രിമിനലുകളെ വെച്ച അളിയനെ വീണ്ടും നീ കൂട്ടുപിടിക്കണം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അളിയ, അത് മറ്റാരോ എന്നെ കഴിവാക്കാൻ വേണ്ടി കളിച്ചതാ. അത് സിഐക്ക് മനസ്സിലായതുകൊണ്ടാ എനിക്ക് ജാമ്യം കിട്ടിയത്. അങ്കിൾ വെറുതെ അച്ഛനെ സംശയിക്കണ്ട. അച്ഛൻ അങ്ങനെയുള്ള ചതിയൊന്നും ചെയ്യില്ല. ആരെന്ത് ചെയ്തു എനിക്കറിയേണ്ട കാര്യമില്ല. നീ എന്തിനാണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നേ? നിനക്കെന്താ, നിന്റെ വീടില്ലേ? പ്രതാപേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഇവളെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ പിന്നെ ആയിക്കോ. അതുപോലെ നമ്മുടെ മകനും സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള പ്രായമായി. അതുകൊണ്ട് അവനവന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. ദേളിയ, ഞാനൊരു കാര്യം തീർത്തു പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട് സ്വന്തം മകളുടെ ഭാവി നശിപ്പിക്കരുത്. അബിയെ കൊണ്ട് ഇവളെ കെട്ടിക്കാന്നുള്ള മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഗർഭിണിയായ ഒരു പാവം പെണ്ണിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ കുറെ ശ്രമിച്ചില്ലേ? എന്നിട്ടിപ്പോ വീണ്ടും പുതിയ പ്ലാൻ ഇട്ടിരിക്കുകയാണല്ലേ? ഇല്ലമ്മേ, ഇനി നിന്റെ ഒരു ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. പ്രതാപേട്ടൻ തലയിടാതിരുന്നാ മതി. അമ്മേ, അളിയനോടൊരു തർക്കമൊന്നും വേണ്ട. ഞാനിവിടെ തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കപ്പെട്ടവരാണല്ലോ. അപ്പൊ പിന്നെ എന്തു പറഞ്ഞാലും വിശ്വാസം വരില്ല. ഇല്ലേട്ടാ, ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനിക്കുന്നതേ നടക്കൂ. എന്തു വന്നാലും അബി ഭാമയെ കൊണ്ട് ഒരിടത്തേക്കും പോവില്ല. ഈ അമ്മയെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ അതെനിക്കൊന്ന് അറിയണമല്ലോ. നിനക്ക് നിന്റെ വാശിയാണോ സ്വന്തം മകന്റെ ജീവിതമാണോ വലുതെന്ന് നീ ഒന്ന് ആലോചിച്ചാ മതി. നമ്മുടെ മോന്റെ ജീവിതം തന്നെയാ. പക്ഷെ അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. എങ്കിൽ നീ ഒറ്റയ്ക്ക് തീരുമാനിക്കത്തേ ഉള്ളൂ. അബിക്കൊപ്പം ഞാനുണ്ടാവും. അല്ലാതെ ഇനിയും നിന്റെയും നിന്റെ ഏട്ടന്റെ ഇഷ്ടത്തിന് വിട്ടാ പിന്നെ എനിക്ക് എന്റെ മോനെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. അല്ലെങ്കിൽ എന്നെ കൂടി ഇല്ലാതാക്കാനുള്ള വഴി നോക്ക്. ഇക്കണക്കിന് പോയാ നീ അതിനും മടിക്കില്ല. പ്രതാപേട്ട, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആദ്യം നീ നിന്റെ ഭാഗം ശരിയാണോ നോക്ക്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നാ മതി. അല്ലളിയ, അളിന് വന്നു തീരെ വിവരമില്ലാതായോ? തറവാട്ട് സ്വത്ത് കൈവിട്ടു പോകാതിരിക്കാനാണ് ഈ കളിയെങ്കിൽ വെറുതെ അളിന് ഇനിയും നാറാൻ നിൽക്കേണ്ട. അറിയാലോ, ഇപ്പൊ ജാമ്യം മാത്രമേ കിട്ടിയുള്ളൂ. വീണ്ടും അമ്പയോടൊപ്പം ചേർന്ന് വീണ്ടും വല്ല പണി ഒപ്പിക്കാനാണ് ഭാവങ്കി. പിന്നെ ഒരിക്കലും ജാമ്യം കിട്ടിയെന്ന് വരില്ല. ഇത്രയും കാലം ഇവള് കാട്ടിക്കുട്ടിയതൊന്നും ഞാൻ കണ്ടില്ല എന്ന് വെച്ചത് എന്റെ കഴിവേടായിട്ട് ആരും കാണണ്ട. വെറുതെ ഒരു കുടുംബകലഹം വേണ്ടെന്ന് വെച്ചാ. പക്ഷേ ഇനി ഞാൻ ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് കുടുംബം നോക്കി ജീവിച്ചില്ലെങ്കിൽ എന്റെ ശരിക്കുള്ള മുഖം അമ്പ കാണേണ്ടി വരും. ആഹാ, അത്രയ്ക്കായോ? എന്നാ ആ മുഖം എനിക്കൊന്ന് കാണണമല്ലോ. അളിയൻ അവളെ തല്ലിയല്ലേ? അതെ, ഞാൻ തല്ലിയതേ എന്റെ ഭാര്യ. അതിനെന്താ കുഴപ്പം? ഇതേ ഇവള് ചോദിച്ചു വാങ്ങിച്ചതാ. അളിയനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കളി ഇവിടം കൊണ്ട് നിർത്തിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഞാനായിരിക്കും നിങ്ങളുടെ എതിരാളി. പറഞ്ഞില്ല എന്ന് വേണ്ട.
എന്താണ് ഇത്? നീ എന്തിനാ റൂമിൽ കയറിയിരിക്കുന്നത്? വയ്യച്ച, മടുത്തു. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെയാച്ച നേരിടേണ്ടി വരുന്നത്? എന്താ ലോകത്ത് ഞാൻ മാത്രമാണോ പ്രണയിച്ച് കല്യാണം കഴിച്ചേ? അച്ഛന് എന്തു പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. എന്നാലും ഒന്ന് ഞാൻ പറയാം, നീ ഇപ്പോഴെടുത്ത തീരുമാനം നന്നായി മോനെ. എന്തുകൊണ്ടും ഭാമയും കുട്ടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്ന തന്നെയാ നല്ലത്. ആ, നമ്മുടെ തന്നെ വീടുകൾ കിടപ്പുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിൽ നിന്ന് ആളൊഴിപ്പിക്കാൻ നോക്കാം. അത് വേണ്ടച്ചാ. ഇനി അമ്മ അവിടെയും ബഹളത്തിന് വരാൻ വേണ്ടിയാണോ? അത് വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. എന്നാ നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. കണ്ടില്ലേ, താഴെ പുതിയ മീറ്റിംഗ് നടക്കുക. ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല അച്ഛാ. അല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ അനിമാമനെ അമ്മ ഈ പടി കയറ്റത്തില്ലായിരുന്നു. ഇതൊക്കെ അമ്മയുടെ അടവാണച്ചാ. അച്ഛൻ നോക്കിക്കോ, ഇതിവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. അവരൊക്കെ വിചാരിച്ചു ബാമ അരുന്ധതിയും ആഭരണങ്ങൾ എടുക്കുന്ന വീഡിയോ കണ്ടാലേ ഞാൻ അങ്ങ് വിശ്വസിക്കുമെന്ന്. ഇതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്താച്ചാ. അല്ലെങ്കിൽ ശ്രീപ്രിയ എങ്ങനെ കൃത്യമായിട്ട് വീഡിയോ എടുക്കുന്നേ? അമ്മ എന്താ പറഞ്ഞേ? ആഭരണം ബാമയും ഗായത്രി ആന്റിയും കൂടെ കൊണ്ടുപോയെന്നല്ലേ? ബാമയോട് ഞാൻ ഇത് ചോദിച്ചപ്പോളേ അവൾ അന്തം വിട്ടിരിക്കാച്ചാ. ആഭരണം നിന്റെ അമ്മയുടെ കയ്യിൽ തന്നെ കാണും, അതിനൊരു സംശയവും വേണ്ട. അറിയാച്ചാ, അമ്മയുടെ കയ്യിലില്ലെങ്കിലേ പ്രിയപ്പെട്ട ഏട്ടന്റെ കയ്യിലുണ്ടാവും. അച്ഛൻ നോക്കിക്കോ, അമ്മയെ ഒരു വഴിക്കാക്കിയിട്ടേ അയാൾ ഇവിടുന്ന് പോകും. അനുഭവം വരുമ്പോ പഠിച്ചോളും, അല്ലാതെ എവിടെ പോവാൻ. ഇടാ, അതിരിക്കട്ടെ, മാറി താമസിക്കേണ്ട കാര്യം പറഞ്ഞപ്പോ ഭാമി എന്ത് പറഞ്ഞു? അവള് വരുവച്ചാ. ഞാൻ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും അവള് വരും. നല്ലൊരു ഹോം നേഴ്സിനെ വെച്ചാ അവരവളെ നോക്കിക്കോളും. അത് മതി മോനെ, ഞാനും നിന്റെ ഒപ്പം വന്നേക്കാം. നിന്റെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് ഭരിക്കട്ടെ. പിന്നെ ഭാവനീയ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാമയെ മാറ്റി താമസിപ്പിക്കുന്നത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. പാവം, അവക്കാണല്ലോ ഭാമയുടെ കാര്യത്തിൽ ഒരു സമാധാനമില്ലാത്തത്. അറിയാച്ചാ, ഇതുവരെ ഭാവനയിച്ച് ഒന്ന് നോക്കാൻ പോലും നമ്മൾ ആരും ഇവിടുന്ന് പോയിട്ടില്ല. നിന്റെ അമ്മയെ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത്, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് പോവാത്തത്. ഭാമയും ഗായത്രിയും തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. എന്തായാലും നീ സമാധാനപ്പെട്ട് നമുക്ക് ആലോചിച്ച് ചെയ്യാം. അച്ഛാ, എത്രയും വേഗം ആ ശ്രീപ്രിയ ഇവിടുന്ന് ഒഴിവാക്കാനുള്ള വഴി നോക്കിക്കോണം. ഇല്ലെങ്കിൽ അരുന്ധതിയുടെ ഭാവിക്ക് അത് ദോഷമാവും. അറിയാം മോനെ, എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടായാൽ പറ്റൂ. ആ, നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് റെഡി ആയിട്ട് വാ. നമുക്ക് ഒരിടം വരെ പോവാനുണ്ട്. എവിടെ? പറയാം, ചെല്, റെഡി ആയി വാ. ഒരു 2 മിനിറ്റ്. ആ